കേരള PSC പരീക്ഷകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മുൻകാല ചോദ്യപേപ്പറുകളും അതിന്റെ അനുബന്ധ വസ്തുതകളും. 2024 നടന്ന എക്സാമുകളിലെ ചോദ്യങ്ങൾ അതിന്റെ അനുബന്ധ വസ്തുതകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. എന്റെ പേര് രഘുനന്ദൻ എം പി. വിൻഡോജുവിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ് കാണുന്നവര് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് വീഡിയോ പ്രസിദ്ധീകരിക്കുന്ന ഉറക്കെണ്ണം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ PSC ഹബ് എന്ന് പറയുന്ന വിൻഡോജു പുതുതായി ഡെവലപ്പ് ചെയ്ത ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒരു 10-20 ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ക്ലാസ്സിന്റെയും PDF, അതുപോലെ അതിൽ നിന്നുള്ള ഡെയിലി എക്സാമുകളൊക്കെ അതിൽ ലഭിക്കും. ആ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ ഇതിന്റെയൊക്കെ PDF നിങ്ങൾക്ക് മുറയ്ക്ക് ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കും വേണ്ടിയിട്ടാണ് ഒരു 1.5 മാസത്തെ ബ്രേക്ക് ദൂരെ വന്നത്. PSC ഹബ് തീർത്തും സൗജന്യമാണ്. അപ്പൊ PSC ഹബിന്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഹിമാലയം താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഒരു ചോദ്യം വന്നത്. അതില് വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വതനിര എന്നാണ് ആദ്യം പറയുന്നത്. അത് തെറ്റായ പ്രസ്താവനയല്ല, ശരിയായ പ്രസ്താവനയാണ്. വലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡിംഗ് ആണ്. അതായത് രണ്ട് ഫലകങ്ങൾ തമ്മിൽ എടുക്കുമ്പോൾ അതിനിടയിലുള്ള പ്രദേശം മടങ്ങും, ഫോൾഡ് ചെയ്യും. അങ്ങനെ ഉണ്ടായതാണ് ഹിമാലയം ഒക്കെ തന്നെ. അതാണ് വലനം എന്ന് പറയുന്നത്. അപ്പൊ ഹിമാലയം എന്ന് പറയുന്നത് വലനം കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വത നിരയാണ്. അതുകൊണ്ട് അത് ശരിയാണ്. അതുകൊണ്ട് ഉത്തരത് വരില്ല, തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളത് താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിരയാണ്. ഹിമാലയം എന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞ പർവ്വതനിരയാണ്. ഹിമാലയം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് മറ്റ് പർവ്വതങ്ങളെ അപേക്ഷിച്ചിട്ട് അതിനുശേഷമാണ്. പക്ഷെ ഇപ്പോഴും ഉയരം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പർവ്വതനിര കൂടിയാണ് ഹിമാലയം. സംയോജക സീമയിൽ രൂപം കൊണ്ടതാണ്. സംയോജക സീമ എന്ന് പറയുമ്പോൾ രണ്ട് ഫലകചലന സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് വിശദമായി പഠിക്കാം. രണ്ട് ഫലകങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, അടുത്തു വരുമ്പോൾ അവ തമ്മിൽ കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്ന സീമയാണ് സംയോജക സീമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മൂന്നും ശരിയാണ്. അതുകൊണ്ട് ഇത് മൂന്നും തെറ്റല്ല. അതുകൊണ്ട് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം. കാരണം അതിൽ തെറ്റായ ഒരു പ്രസ്താവന പോലും ഇല്ല. ഹിമാലയ രൂപീകരണവും ഫലകചലന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹിമാലയവുമായി ബന്ധപ്പെട്ട് 9ാം ക്ലാസ്സിലെ SCERT പാഠപുസ്തകത്തിലും അതുപോലെ തന്നെ +1 +2 പാഠപുസ്തകത്തിൽ ചില ചോദ്യങ്ങളും പിന്നീട് കയറി വന്നിട്ടുണ്ട്. അങ്ങനെ മുൻകാല ചോദ്യങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് പഠിക്കാം. പിന്നീട് അതിലെ ചോദ്യങ്ങൾ ചെയ്യാം, ഒരു മോക്ക് ടെസ്റ്റ് പോലെ. അത് കഴിഞ്ഞ് മലയാളത്തിൽ നിന്ന് വന്ന പദശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളും ചെയ്താൽ ഇന്നത്തെ ക്ലാസ് പൂർണ്ണമായി. ക്ലാസ് അവസാനം വരെ കാണുക. ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം എവിടെയായിരുന്നു? ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. ഇപ്പൊ ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിലാണെന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷെ കുറെ കാലം മുമ്പ് ഇന്ത്യൻ ഫലകം എവിടെയായിരുന്നു? ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. ഇങ്ങനെ ഒഴുകി നീങ്ങി വന്നതാണ് ഉത്തരാർദ്ധഗോളത്തിലേക്ക്. ആ ഇന്ത്യൻ ഫലകത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മാത്രമല്ല, ഉപദ്വീപീയ ഇന്ത്യ മാത്രമല്ല, ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടും. അങ്ങനെ ഹിമാലയത്തിന്റെ രൂപീകരണം നടക്കുന്നത് എങ്ങനെയാണ്? ഇന്തോ ആസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടി. രണ്ടും തമ്മിൽ അടുത്ത് പരസ്പരം കൂട്ടിമുട്ടിയപ്പോ അതിന്റെ അടിയിൽ ഉണ്ടായിരുന്ന തെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്ന് രൂപപ്പെട്ട പർവ്വതനിരയാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി അടുത്ത മുതൽ ജോഗ്രഫി ക്ലാസ്സുകളിൽ ഞാൻ ചിത്രങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. ചിത്രം വിട്ടുപോയത്. അപ്പൊ തെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് ഉയർന്നിട്ടാണ്. ഏതൊക്കെ ഫലകങ്ങൾ തമ്മിലാണ് കൂട്ടിമുട്ടിയത്? രണ്ട് ഫലകങ്ങളാണ് കൂട്ടിമുട്ടിയത്. ഒന്ന് ഇന്തോ ആസ്ട്രേലിയൻ ഫലകം, മറ്റൊന്ന് യൂറേഷ്യൻ ഫലകം. ഇത് രണ്ടും കൂട്ടിമുട്ടിയപ്പോൾ അതിന്റെ അടിത്തട്ടിൽ തെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് ഉയർന്നിട്ടാണ്
മടങ്ങി ഉയർന്നിട്ടാണ് ഹിമാലയം രൂപപ്പെട്ടത്. ഹിമാലയത്തിന്റെ ശ്രേണികളുടെ രൂപീകരണം മുഴുവൻ നടന്നത് തൃതീയ കാലഘട്ടമാണ്. തൃതീയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടമാണ്, അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് പറയാം. ഹിമാലയ പർവ്വതനിരകളുടെ സ്ഥാനം എവിടെയാണ്? നമുക്കറിയാം, ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ നോക്കിയാൽ ഇന്ത്യയിലെ ഉത്തര മഹാപർവ്വതമുണ്ട്. ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് ഉത്തര മഹാപർവ്വതമാണ്. 9ാം ക്ലാസ്സിൽ ഇത് വിശദമായി പറയുന്നുണ്ട്. ആ ഉത്തര മഹാപർവ്വതത്തിന്റെ വടക്ക് ഭാഗം കഴിഞ്ഞാൽ പിന്നീട് അതിന് താഴെ ഉത്തര മഹാസമതലം ഇന്ത്യയിൽ എടുക്കുമ്പോൾ. ആ ഉത്തര മഹാസമതലം കഴിഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി കഴിഞ്ഞാൽ ഇന്ത്യയുടെ 2 ഭാഗത്തുമായി തീരപ്രദേശങ്ങളാണ്. അതുപോലെ തന്നെ ദ്വീപുകൾ. ഇതിൽ മരുഭൂമിയുണ്ട്, രാജസ്ഥാനിൽ മരുഭൂമിയുണ്ട്. അങ്ങനെ വിവിധ ഭൂപ്രകൃതിയാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ ഈ ഉത്തര മഹാപർവ്വതം എന്ന് പറയുന്നത് പ്രധാനമായും 3ആയി തിരിക്കാം. ട്രാൻസ് ഹിമാലയം, അത് ഏറ്റവും മുകളിലുള്ള ഭാഗം. അത് കഴിഞ്ഞാൽ ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഇതിൽ ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ കുന്നുകൾക്കും ഇടയിലാണ് ഹിമാലയം. മനസ്സിലൊന്ന് കാണുക, ഇന്ത്യയുടെ മുകൾ ഭാഗം, ആ ഭൂപടം ഒന്ന് മനസ്സിൽ കാണുക. ആ മുകൾ ഭാഗത്ത് ഉത്തര മഹാപർവ്വതമാണ്. ആ ഉത്തര മഹാപർവ്വതം അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ആ ഉത്തര മഹാപർവ്വതത്തെ തന്നെ 3ആയി തിരിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയം, അത് കഴിഞ്ഞാൽ ഹിമാലയം, അത് കഴിഞ്ഞാൽ കിഴക്കൻ കുന്നുകൾ. അതിലെ ഈ ഹിമാലയം എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ കുന്നുകൾക്കും ഇടയിലാണ്. അപ്പോ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ്. ഇപ്പൊ ഇന്ത്യയിലെ നിങ്ങൾക്കറിയാലോ, ഞാൻ മാപ്പ് വരയ്ക്കാനൊന്നും അത്ര നല്ല ആളല്ല കേട്ടോ. ഇന്ത്യ എങ്ങനെയാണ് പോകുന്നത് അല്ലെ? ആ ഇന്ത്യയിൽ ഇങ്ങനെ പോകുന്ന ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭാഗത്തായിട്ടാണ് ഈ പറയുന്ന സംഭവം നിലകൊള്ളുന്നത്. അവിടെ അപ്പൊ അത് എവിടെയായിട്ടാണ് നിലകൊള്ളുന്നത്? വടക്കു പടിഞ്ഞാറാണ്. കാരണം ഇത് വടക്കാണ്, അല്ലെ? മുകൾ ഭാഗത്ത് വടക്കാണ്, ഇത് പടിഞ്ഞാറുമാണ്. അപ്പൊ മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ. ഈ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വടക്ക് പടിഞ്ഞാറ്, ഇതാണ് തെക്ക് കിഴക്ക്. താഴത്തേക്ക് വരുമ്പോ തെക്ക്, ഈ ഭാഗത്തേക്ക് പോകുമ്പോ കിഴക്ക്. അപ്പൊ ഇങ്ങനെ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ എന്ത് കിടക്കുന്നു? ഏകദേശ വിസ്തൃതി 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഹിമാലയത്തിന്റെ വിസ്തൃതി എത്രയാ? 5 ലക്ഷം. സിമ്പിളായി ചോർത്ത് വെച്ചു. ഹിമാലയത്തിന് കിഴക്കൻ ഭാഗത്ത് വളവുകളിലാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അല്ല, തെക്കൻ ഭാഗത്ത്, തെക്ക് ഭാഗം വളവിലൂടെയാണ് അവസാനിക്കുന്നത്. ഈ വളവുകളെ പറയുന്ന പേരാണ് സിൻഡാക്സിയൽ വളവുകൾ. ഹിമാലയത്തിന്റെ തെക്ക് ഭാഗം വളവുകളിലാണ് അവസാനിക്കുന്നത്. ഈ വളവുകളെ പറയുന്ന പേരാണ് സിൻഡാക്സിയൽ വളവുകൾ അഥവാ സിൻഡാക്സിയൽ ബെൻഡ്സ് എന്ന് പറയുന്നത്. ഹിമാലയം കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയും. ഹിമാലയം ഇതാണ് ഇപ്പൊ കിഴക്ക് എന്ന് പറഞ്ഞല്ലോ. ഹിമാലയം ഇപ്പൊ നോക്കൂ, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോവാണ്. കിഴക്കോട്ട് പോകുന്തോറും ഹിമാലയത്തിന്റെ ഉയരം കുറയും. സംയോജക സീമ. എന്താണ് ഈ സംയോജക സീമ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചു. ഇന്തോ ഓസ്ട്രേലിയൻ ഫലകം അത് ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് ഉത്തരാർദ്ധഗോളത്തിലേക്ക് മെല്ലെ നീങ്ങി. അങ്ങനെ യൂറേഷ്യൻ ഫലകവുമായി കൂട്ടിമുട്ടി. 2 ഫലകങ്ങൾ, ആ 2 ഫലകങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി. ആ കൂട്ടിമുട്ടുമ്പോൾ നമ്മൾ അതിനെ സംയോജക സീമ എന്നാണ് പറയാ. ഫലകങ്ങൾ തമ്മിൽ അകലം, അത് വിയോജക സീമയാണ്. ഫലകങ്ങൾ തമ്മിൽ ഉരസി മാറും. അപ്പൊ എന്താ പേര്? 9ാം ക്ലാസ്സിലെ പാഠം എടുത്ത് നോക്കിയാൽ മതി. ഈ ഭാഗം അതിനോടെ പേരുണ്ട്. അപ്പൊ ഇവിടെ സംയോജക സീമയാണ്. 2 ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്നു. അപ്പൊ ഫലകങ്ങൾ പരസ്പരം അടുത്തു വരുന്നതാണ് സംയോജക സീമ. സംയോജക സീമകളിലാണ് മടക്ക് പർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. കാരണം അതിന്റെ അടിഭാഗം മടങ്ങി ഉയർന്നിട്ടാണ്. ഇവിടെ തെതിസ് സമുദ്രമാണ് മടങ്ങി ഉയർന്നത്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കും. വലനം എന്ന് പറഞ്ഞാൽ ഫോൾഡിങ്, മടങ്ങും. ആ വലനം സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപം കൊള്ളുന്ന പർവ്വത നിരകളാണ് മടക്ക് പർവ്വത നിരകൾ. ഇപ്പൊ ഹിമാലയം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. മടക്ക് പർവ്വത നിരയാണ്, സംയോജക സീമയാണ്. അത് ഇന്തോ ഓസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതാണ് ടെതിസ് മഹാസമുദ്രം അടിത്തട്ട് ഉയർന്നത്. ഇത് നമ്മളിങ്ങനെ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് ചെതറി കിടക്കുന്നതാണെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. മറിച്ച് ആലോചിച്ച് നോക്കൂ. ദക്ഷിണാർദ്ധഗോളത്തിൽ ഉണ്ടായിരുന്ന ഇന്തോ ഓസ്ട്രേലിയൻ ഫലകം യൂറേഷ്യൻ ഫലകവുമായി കൂട്ടിയിടിക്കുന്നു, ഉത്തരാർദ്ധഗോളത്തിലെത്തി. അപ്പൊ തെതിസ് മഹാസമുദ്രത്തിന്റെ അടിത്തട്ട് ഉയർന്നു. 2 ഫലകങ്ങൾ തമ്മിൽ അടുത്ത് ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോഴാണ് സംയോജക സീമ എന്ന് പറയുന്നത്.
ആ സംയോജക സീമ വരുമ്പോ അതിന്റെ അടിയിൽ ഉണ്ടാകുന്ന ഇപ്പൊ തെതിസ് മഹാസമുദ്രത്തിന്റെ അടിത്തട്ട് ഉയർന്ന് മടങ്ങുന്നത് പോലെ അതിനെയാണ് വലനം എന്ന് പറയുന്നത്. അപ്പൊ ഹിമാലയം മടക്ക് പർവ്വത നിരയാണ്. ഇതെല്ലാം കൂടി കണക്ട് ചെയ്താൽ ഓരോന്നും നിങ്ങളുടെ മനസ്സിൽ സെപ്പറേറ്റ് ആയിട്ടല്ല ഒന്നിച്ചു നിൽക്കും. ഓർമ്മ ഫലപ്രദമായി അവിടെ എൻഫോഴ്സ് ചെയ്യപ്പെടും. മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഹിമാലയം മാത്രമല്ല, റോക്കീസും ആൻഡീസും ആൽപ്സും ഒക്കെ തന്നെ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഇപ്പൊ ഹിമാലയ പർവ്വതം ഇന്ത്യൻ ഫലകത്തിനും യൂറേഷ്യൻ ഫലകത്തിനും ഇടയിലായി രൂപം കൊണ്ട മടക്ക് പർവ്വത നിരയാണ് ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത്. ഇനി ഈ സംയോജക സീമ പോലെ തന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒന്നാണ് നിമഞ്ജന മേഖലകൾ. ഈ ഫലകങ്ങൾക്കൊക്കെ സാന്ദ്രതാ വ്യത്യാസമുണ്ട്. അപ്പൊ സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകും. ഇങ്ങനെയുള്ള സംഭവം നടക്കും. ഇങ്ങനെ സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നു. ഈ മേഖലകളാണ് നിമഞ്ജന മേഖലകൾ. ഹിമാലയം രൂപപ്പെട്ടത് തൃതീയ കാലഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞത്. തൃതീയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പഴയ ജീവശാസ്ത്രജ്ഞന്മാർ ഇതിനെ TRT എന്നാണ് വിളിച്ചിരുന്നത്. 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി 2.6 ദശലക്ഷം വർഷം മുമ്പ് വരെയാണ് അവസാനിച്ചത്. ഈ സമയത്ത് ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഒന്നാമത്തെ മാറ്റം ദിനോസറുകളൊക്കെ അപ്പയ്ക്ക് അപ്രത്യക്ഷമായിരുന്നു. പക്ഷെ വലിയ സസ്തനികൾ രൂപപ്പെട്ടു. അതായത് ആന, കുതിര, പൂച്ച തുടങ്ങിയ ജീവികളൊക്കെ ഈ കാലഘട്ടത്തിലാണ് കൂടുതലായി കാണാൻ തുടങ്ങിയത്. മാത്രമല്ല പക്ഷികൾ വ്യാപിച്ചു. പുതിയ സസ്യങ്ങൾ, പുല്ലുകളും ധാന്യങ്ങളും പുതിയ സസ്യങ്ങൾ വളർന്നു വന്നു. ഹിമാലയം, ആൽപ്സ് പോലെയുള്ള വലിയ മലനിരകളെല്ലാം ഈ തൃതീയ കാലഘട്ടത്തിലാണ് രൂപപ്പെട്ടത്. ഭൂമിയിലെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളൊക്കെ വന്നു. തണുപ്പും ചൂടും ഒക്കെ മാറി മാറി വന്നു. എന്തുകൊണ്ടാണ് ഹിമാലയം ഈ തൃതീയ കാലഘട്ടത്തിൽ എത്ര പ്രാധാന്യമുള്ളത്? ഈ തൃതീയ കാലഘട്ടത്തിൽ ഹിമാലയം രൂപപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പൊ ഹിമാലയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തൃതീയ കാലഘട്ടം ഓർത്തു വെക്കുക. തൃതീയ കാലഘട്ടത്തിലാണ് ഹിമാലയം ഉണ്ടായത് എന്ന് ഓർത്തു വെക്കുക. സാന്ദ്രതാ വ്യത്യാസം കാരണം സാന്ദ്രത കൂടിയ ഫലകങ്ങൾ സാന്ദ്രത കുറഞ്ഞ ഫലകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ ഈ മേഖലകളാണ് നിമജ്ജന മേഖലകൾ എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയവും ആൽപ്സും ആൻഡീസും റോക്കീസ് പർവ്വത നിരകളും എന്നുള്ളത് ഓർത്തു വെക്കുക. സംയോജക സീമ, രണ്ട് ഫലകങ്ങൾ തമ്മിൽ അടുക്കുമ്പോൾ ആണ് സംയോജക സീമ ഉണ്ടാവുന്നത്. അവിടെ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ ഫലമായി അതിന്റെ അടിത്തട്ട് മേലെ ഉയർന്നു വരും. ഇവിടെ തെതിസ് മഹാസമുദ്രത്തിന്റെ അടിത്തട്ട് ഉയർന്നു വന്നു, മടങ്ങി വലനം സംഭവിച്ച് അതാണ് ഹിമാലയത്തെ മടക്ക് പർവ്വത നിര എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമുക്ക് ഇന്ന് ചില ചോദ്യങ്ങൾ ചെയ്യാം, അതിനുശേഷം മലയാളത്തിലേക്ക് പോകാം. അപ്പൊ ഇതിലെ ചില ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം: ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം എവിടെയായിരുന്നു? ആൻസർ ഒരു പേപ്പറിൽ എഴുതി വെക്കുക, ഒരു പേനയും പേപ്പറും എടുത്തിട്ട്. എന്നിട്ട് ഞാൻ ഉത്തരം പറയാം. അത് ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. ഓക്കെ. ഇന്തോ ആസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് രൂപം കൊണ്ട പർവ്വത നിര ഏതാണ്? ഉത്തരം കിട്ടുന്നുണ്ടല്ലോ, എഴുതി വെച്ചല്ലോ. അത് ഹിമാലയം. ഹിമാലയത്തിന്റെ എല്ലാ ശ്രേണികളുടെയും രൂപീകരണം നടന്നത് ഏത് കാലഘട്ടത്തിലാണ്? ആ കാലഘട്ടം ഓർമ്മ ഉണ്ടല്ലോ. ജീവിശാസ്ത്രജ്ഞന്മാരന്മാർ എന്ത് വിളിച്ചിരുന്നു? തൃതീയ കാലഘട്ടം. ഹിമാലയ പർവ്വത നിരകളുടെ സ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിലാണ്. ഹിമാലയത്തിന്റെ തെക്ക് ഭാഗം വളവിലൂടെയാണ് അവസാനിക്കുന്നത്. ഈ വളവുകളെ പറയുന്ന പേരെന്താണ്? കിട്ടുന്നുണ്ടല്ലോ അല്ലെ? ഈ വളവുകൾ പറയുന്ന പേരാണ് എന്താ പറയുക? സിൻഡാക്സിയൻ ബെൻഡുകൾ, സിൻഡാക്സിയൻ വളവുകൾ എന്ന് പറയുന്നത്. ഫലകങ്ങൾ പരസ്പരം അടുത്തു വരുന്നതിനെ എന്ത് പേരാ വിളിക്കുക? സിമ്പിളാണ് അല്ലെ? ആ പേര് തന്നെ ഉണ്ടത്, സംയോജക സീമ. രണ്ട് ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ മടക്ക് പർവ്വതത്തിന് ഉദാഹരണമല്ലാത്തത്. ചാടി ഉത്തരം എഴുതണ്ട, ഉദാഹരണം അല്ലാത്തത്. ഹിമാലയവും റോക്കീസും ആൻഡീസും മടക്ക് പർവ്വതത്തിന് ഉദാഹരണമാണെന്ന് അറിയാം. ലഡാക്ക് നമ്മൾ പഠിച്ചിട്ടില്ല, അവിടെ ലഡാക്ക് ഒന്ന് ഉത്തരം കൊടുക്കാം. കൃത്യമായ ഉത്തരം അതല്ല, എന്നാൽ പോലും മറ്റതൊക്കെ നമ്മൾ പഠിച്ചതായതും കൊണ്ടും കൃത്യമായി പറയപ്പെടുന്നതുകൊണ്ടും അവിടെ ലഡാക്കിനെ എടുക്കാം. സംയോജക സീമകളിൽ സാന്ദ്രത കൂടിയ ഫലകം കുറഞ്ഞ ഫലകത്തിന് ഒക്കെ ആണ്ടുപോകുന്ന പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് നിമഞ്ജന മേഖലകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി മലയാളത്തിൽ നിന്ന് ഞാൻ ഇന്നെടുത്ത ചോദ്യം പദശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. പദശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം
മലയാളത്തിൽ നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാ ചോദ്യപേപ്പറുകളിലും പ്രതീക്ഷിക്കാം. താഴെ കൊടുത്തവയിൽ തെറ്റായ വാക്ക് കുട്ടിത്വമാണ്. കുട്ടിത്വം അല്ല, കുട്ടിത്തം എന്നാണ് പറയുക. കുട്ടിത്തം, അടിമത്തം, മുതലാളിത്തം, ജന്മിത്തം ഒക്കെ തത്തിലാണ് അവസാനിക്കുക. വങ്കത്തം, ബോഷത്തം. പക്ഷെ പതിത്വം ശരിയാണ്, ത്വം തന്നെയാണ് അവിടെ വരുന്നത്. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്ക് ഏതാണ്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പങ്കാളിത്തം ആണ്. പങ്കാളിത്തമോ? അവിടെ 3 ശരിയാ. പറഞ്ഞു കഴിഞ്ഞാൽ എയും സിയും ഡിയും ശരിയാണ്. ശരിയായ വാക്ക് 3 ശരിയാണ്. ഞാൻ അറിയാതെ ഓപ്ഷൻ എഴുതിയപ്പോ 3 ഇങ്ങനെ പോയി. അപ്പൊ ഇതിൽ തെറ്റായ വാക്ക് ഏതാ? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പങ്കാളിത്തം. അപ്പൊ ആണത്തം, കേമത്വം, കോമാളിത്വം ഒക്കെ തന്നെ ശരിയാണ്. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്ക് ഇപ്പൊ നിങ്ങൾക്കറിയാം ജന്മിത്വം എന്നോ അതൊക്കെ ശരിയാ. ഇവിടെ എയും സിയും ഡിയും ശരിയാണ്. ജന്മിത്വം മാത്രമാണ് തെറ്റ്, അല്ലെ? താഴെ കൊടുത്തവയിൽ തെറ്റായ വാക്ക് ഏതാണ്? അത് തെറ്റായ വാക്ക് നിങ്ങൾക്ക് പറയാം ജന്മിത്വമാണ്, അല്ലെ? ഉത്തരവാദിത്വവും അടിമത്വവും കുട്ടിത്വവും ശരിയാണ്. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്ക് ഏതാ വാക്ക്? മുതലാളിത്തം. ഇവിടെയും എയും സിയും ഡിയും ശരിയാണ്, ഒരേപോലെയാണ്. മുതലാളിത്തം തെറ്റാണ്. താഴെ കൊടുത്തവയിൽ തെറ്റായ വാക്ക് ഏതാണ്? ഇപ്പൊ നിങ്ങൾക്കറിയാം മുതലാളിത്വം ആണ്. അതേസമയം മഹത്വം, പ്രഭുത്വം, ഗുരുത്വം, അവിടെ അത്വം വരുന്നുണ്ട് കേട്ടോ. മഹത്വത്തിൽ 2 താ വരുന്നുണ്ട്, അതും കൂടി ഓർത്തു വെക്കുക. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്ക് കോമാളിത്തം ആണ്. കോമാളിത്വം അല്ല. ഇവിടെ 2 കോമാളിത്തം വന്നിട്ടുണ്ട്. ഇത് 2 ശരിയാണ്. എയും ഡിയും ശരിയാണ്. താഴെ കൊടുത്തവയിൽ തെറ്റായ വാക്ക് നിങ്ങൾക്ക് പറയാം കോമാളിത്വം ആണ്, അല്ലെ? തെറ്റായ വാക്ക്. അതുപോലെ ആണത്വവും തെറ്റന്നെയാണ്. കോമാളിത്വവും ആണത്വവും തെറ്റാണ്. കേമത്വം ശരിയാണ്. യജ്ഞം ശരിയാണ്. അതുപോലെ തന്നെ ശരിയായ വാക്ക് ഇവിടെ മുന്നാക്കം ആണ് ശരിയായ വാക്ക് കേട്ടോ. ഓർക്കുക, മുന്നോക്കം അല്ല, മുന്നാക്കം, പിന്നാക്കം. ഇതുപോലെ വരുന്നതാണ് ശരിയായ വാക്ക്. പിന്നാക്കമാണ്, പിന്നോക്കം അല്ല. ഓർത്തിരിക്കുക. താഴെ കൊടുത്തവയിൽ തെറ്റായ വാക്ക് ഏതാണ്? മുന്നോക്കമാണ്. മധ്യാഹ്നവും ശരത്ചന്ദ്രനും വിദ്യുച്ഛക്തിയും ഒക്കെ തന്നെ ശരിയാണ്. അതുപോലെ പ്രദക്ഷിണം തെറ്റിക്കാറുണ്ട്. പ്രദക്ഷിണമാണ്, പ്രദക്ഷിണമല്ല, പ്രദക്ഷിണം ആണ്. ദക്ഷിണം എന്നുള്ള വാക്ക് എന്താണ്? ദക്ഷിണം എന്ന് പറഞ്ഞാൽ എന്താണ്? തെക്കാണ്. പ്രദക്ഷിണം കണ്ടോ, അവിടെ നിന്നാണ് വന്നത്. അത് ഓർത്തു വെച്ചാൽ മതി. ദക്ഷിണം തെക്കുമായി ബന്ധപ്പെട്ടതാ. പ്രദക്ഷിണമാണ്, അല്ലാതെ പ്രദക്ഷിണമല്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ തെറ്റായ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രദക്ഷിണമാണ്. ബാക്കി കവയിത്രിയും യാദൃച്ഛികവും ജിജ്ഞാസയും ശരിയാണ്. അതുപോലെ ഈ ഗൃ എന്നുള്ള വാക്കും ഗ്ര എന്നുള്ള വാക്കും തെറ്റിക്കാറുണ്ട്. അനുഗ്രഹീതനിൽ ഗൃഹീതനാണ്. അപ്പൊ അനുഗ്രഹീതനല്ല, അനുഗ്രഹീതനാണ്. ഇതാണ് ശരി. ബി മാത്രമാണ് അവിടെ ശരി. അനുഗ്രഹീതനാണ്. താഴെ കൊടുത്തവയിൽ തെറ്റായ വാക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. അനുഗ്രഹീതനാണ്, ഗ്രഹമല്ല, ഗൃഹാണ് കേട്ടോ. താഴെ കൊടുത്തവയിൽ ശരിയായ വാക്ക് ഏത്? അത് ശരിയായ വാക്ക് ഐകമത്യമാണ്. ഓക്കെ, ഐക്യമത്യമല്ല. ക്യാ വേണ്ട, ഇവിടെയൊക്കെ ക്യാ വരുന്നുണ്ട്, അതുകൊണ്ട് ഐകമത്യമാണ്. ഓക്കെ. താഴെ കൊടുത്തവയിൽ തെറ്റായ വാക്ക് അഭിവാഞ്ച. അഭിവാഞ്ച തെറ്റാണ് കേട്ടോ. എന്താണ് തെറ്റ്? അഭിവാഞ്ച ശരിയല്ല. അദ്വിതീയവും അനുച്ഛേദവും അജ്ഞാനവും ശരിയാണ്. ഇവിടെ അഭിവാഞ്ചയാണ് തെറ്റ്. അതുപോലെ തന്നെ താഴെ കൊടുത്തവയിൽ ശരിയായ വാക്ക് ഏത്? അത്യുജ്വലം ആണ്. ജ്വലം ഉണ്ടാവണം അവിടെ. അത്യുജ്വലം ആണ്. ഈ 2 ച വേണ്ട, ച അല്ല വരിക, അതിയുജ്വലവുമല്ല, അത്യുജ്വലമാണ്. ഓക്കെ, ഇവിടെ ശരി അത്യുജ്വലമാണ്. താഴെ കൊടുത്തവയിൽ തെറ്റായ വാക്ക് ഏത്? ജഡത്തില് മുറുക്കം വേണ്ട കേട്ടോ. ജഡത്തിന് അത്ര മുറുക്കം വേണ്ട. ജഡം, ശബദം, അസ്തമയം. അസ്തമനം എഴുതാറുണ്ട്, തെറ്റാണ്. അസ്തമയമാണ് ശരി. അടുത്തത് താഴെ കൊടുത്തവയിൽ ശരിയായ വാക്ക് ഐച്ഛികമാണ്. ശ ആവശ്യമില്ല, അതുകൊണ്ട് ഇത് പോയി. ഐച്ഛികമാണ്. ബാക്കി എല്ലാം തന്നെ ശരിയാണ്. ബിയും സിയും ഡിയും ശരിയാണ്. ഞാൻ ഓപ്ഷൻ എടുക്കുമ്പോൾ കുറച്ച് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് എനിക്ക്. താഴെ കൊടുത്ത വാക്കുകളിൽ ശരിയായ രൂപം അപകൃഷ്ടനാണ്, അപഹൃഷ്ടനല്ല, അപഹ്രഷ്ടനല്ല, അപകഷ്ടനുമല്ല. ഓക്കെ. അടുത്തത് താഴെ കൊടുത്ത വാക്കുകളിൽ തെറ്റായ രൂപം അനുച്ഛേദമാണ്. ഛേദം തെറ്റാണ്. ഛേ തെറ്റാണ്. ബാക്കിയൊക്കെ ശരിയാണ്. അനുച്ഛേദം ശരിയാണ്.
അഭിവാഞ്ച ശരിയാണ്, അജ്ഞാനം ശരിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ശ്രേഷ്ഠ വ്യക്തിയാണ് എന്നുള്ളതോ അല്ലെങ്കിൽ ശ്രേഷ്ഠനായ വ്യക്തിയാണ് എന്നുള്ളതോ ഓർക്കണം. ശ്രേഷ്ഠനാണ് എന്ന് ഓർത്തു വെച്ചാൽ മതി അവിടെ. പക്ഷെ ആ വാക്ക് ശ്രേഷ്ഠൻ എന്നുള്ളതിലെ കറക്റ്റ് വാക്ക് ഏതാ നോക്കിയാൽ മതി. ഇതാണ് ശ്രേഷ്ഠൻ. ഏട്ടനിലെ ട അല്ല, അതുപോലെ തന്നെ നടനിലെ ഡ അല്ല, അതുപോലെ തന്നെ ഇവിടെയും ഡനല്ല. ശ്രേഷ്ഠൻ. മനസ്സിലായില്ലേ? ആ ഷ്ട ഓർത്തു വെക്കുക. അതാണ് ശ്രേഷ്ഠൻ. ഓക്കെ. അതുപോലെ അത്യാവശ്യമാണ്. അത്യാവശ്യം. അത്യാവശ്യം വേണ്ട. കണ്ടുവോ? അത്യാവശ്യം ശരിയാണ്. അത്യാവശ്യം വേണ്ട, അത്യാവശ്യം വേണ്ട. ഏതാ ശരി? അത്യാവശ്യം. ഓക്കെ. അപ്പോൾ ഉദ്ഘാടനം നോക്കുക. ഉദ്ഘാടനമാണ് ആ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഉദ്ഘാടനം നോക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ആദ്യം ഗ തമ്മിലുള്ള വ്യത്യാസം. ഈ ഗ, നഖത്തിലെ ഗ വരില്ല, ഈ ഗായാണ് വരിക. ഇനി ഉദ്ഘാടനത്തിലോ ഈ ദ് ആണ് വരിക, അല്ലാതെ ത് അല്ല വരിക, അല്ലെങ്കിൽ ഈ അല്ല വരിക. ഉദ്ഘാടനം ഇതാണ് ഉദ്ഘാടനം. ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ അവസാനം വരെ കണ്ടവർ അവരുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. PSC ഹബ്ബ്, വിൻഡോജുവിന്റെ PSC ഹബ്ബ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.